കഴിഞ്ഞ ദിവസമേ ഒരു കല്യാണത്തിന് പോയപ്പോൾ ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു അച്ചാർ കഴിച്ചിട്ടും എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പോഴാണ് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായി, ഞാനത് റിക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പപ്പായ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ മലപ്രകാരുടെ സ്വന്തം കർമൂസ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തതിന് പറയാമെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത് നീളത്തിൽ ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചുവടുകട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് കടുകും ഉലുവയും ചേർത്തിട്ട് ഒന്ന് വറുത്ത് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാൻ വെക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കായപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണേ. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം വേണം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര 2 or 3 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ആദ്യം വറുത്തെടുത്തിട്ടുള്ള കടുക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് വെന്ത് കുഴയരുത് കേട്ടോ. ആ ഒരു പപ്പായ കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറിയ ശേഷം ഉടനെ തന്നെ എടുത്ത് കഴിക്കാം.